friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ഹോം മെയ്ഡ് പിസ്സ സോസ് ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പിസ്സയുടെ ഡോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ തൈര്, നമ്മൾ പുളിയില്ലാത്ത തൈര് വേണം ആഡ് ചെയ്യാനായിട്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഈസ്റ്റ് നമ്മൾ 10 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതേപോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച ഡോ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ ഒരു പിസ്സയിൽ നമ്മൾ ചീസ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മളൊരു വൈറ്റ് സോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇനി അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. അതിനുശേഷം ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടിയില്ലാണ്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ബബിൾസ് വരും, അതുവരെയാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം നമ്മൾ റെഡും ഗ്രീനും യെല്ലോയും എടുത്തിട്ടുണ്ട്. പിന്നെ സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതേപോലെ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് സോസ് ആണ്. ഇത് ബോൺലെസ് ചിക്കൻ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും മുളകും പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് പിസ്സ സോസ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ മുകളിൽ കാർട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ടൈപ്പ് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. വിത്ത് ചീസും വിത്തൗട്ട് ചീസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് ചീസ് ഉണ്ടാക്കാനുള്ള ചീസാണ് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഡോ എന്തായി നോക്കാം. 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിപ്പോൾ ഡോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡോ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു ട്രേ എടുക്കുക. ട്രേയോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഡോന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഇതിൽ പരത്തി കൊടുക്കുക. നമ്മൾ പ്ലേറ്റിൻ്റെ അടിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിസ്സയുടെ ഡോ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഇതേപോലെ ഒന്ന് പൊക്കി കൊടുക്കുക. നമ്മൾ സോസൊക്കെ ഒഴിക്കുമ്പോൾ പുറത്തൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് പിസ്സയുടെ ബേസ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. കറക്റ്റായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബേസിൽ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എഡ്ജിൻ്റെ ഭാഗത്തേക്ക് എത്തണ്ട കേട്ടോ, അത് വിട്ടിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ആദ്യം വിത്തൗട്ട് ചീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് സോസ് അതിൻ്റെ മുകളിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ക്യാപ്സിക്കം നമ്മൾ 3 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 3 കളറും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള സോസ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ചീസാണ് ഗ്രേറ്റ് ചെയ്ത് ഇടാറ്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് തന്നെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഇതേപോലത്തെ ഒരു ബിരിയാണി പോട്ടിലാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിസ്സയുടെ ട്രേ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അടിയിൽ ഉപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ആക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇത് അടച്ചു വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇടയിൽ പോയിട്ട് തുറന്ന് നോക്കൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടുതൽ വെച്ചാൽ മതി. ഇപ്പം നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റോളം ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്, നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം പുറത്തേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കാം. നമ്മൾ ചീസ് ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയെങ്കിലും നമ്മൾ വൈറ്റ് സോസൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു പിസ്സയുടെ പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വിത്ത് ചീസ് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെയിം ആ ട്രേയിൽ ഇപ്പോൾ ബട്ടറാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഇതേപോലെ ഈക്വൽ ആയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പിസ്സയുടെ ഡോ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഈക്വൽ ആയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഫോർക്ക് യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചീസ് ഉപയോഗിച്ചിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചീസ്, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾസ് നമ്മൾ ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം നമ്മൾ ഇവിടെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പിസ്സയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോ കൂടി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്ത ചീസ് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ചീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ബിരിയാണിയുടെ പോട്ടിലേക്ക് ഈ ഒരു ട്രേ കൂടി ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇരുപത് മിനിറ്റോളം ആവാനായിട്ടുണ്ട്. നമ്മുടെ പിസ്സ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ വിത്ത് ചീസ് പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ചീസ് ആഡ് ചെയ്യായിരുന്നെങ്കിൽ മൊത്തം കവറായിട്ട് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നേനെ. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിത്ത് ചീസും വിത്തൗട്ട് ചീസ് പിസ്സയും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന സെയിം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്സയുടെ ഡോ ഒക്കെ നല്ല സോഫ്റ്റാണ്.
ഇനി നമുക്ക് പിസ്സ കട്ട് ചെയ്യാം. ഇതേപോലത്തെ പിസ്സ കട്ടറോ ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ നൈഫോ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിസ്സയുടെ ഡോ ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തീരെ ഹാർഡല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് 2 പിസ്സയും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.